അനീഷിനെ സംബന്ധിച്ചുണ്ടല്ലോ, അനീഷിൻ്റെ ഒരു സ്റ്റൈൽ വേറെയാണ്. അനീഷിനെ സംബന്ധിച്ച് ആരെയും പേടിയില്ല. താൻ ഗെയിം കളിക്കാനാണ് വന്നതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മത്സരാർത്ഥിയാണ് അനീഷ്. അനീഷിന് അവിടെ അടുപ്പമുള്ളത് എനിക്കൊന്ന് ഷാനവാഫും അനുവായിട്ടും മാത്രമേ ഉള്ളൂ ചെറിയ അടുപ്പമുള്ളത്. ഷാനവാഫിൻ്റെ കാര്യവും അനുവിൻ്റെ കാര്യവും അതുകൊണ്ട് അടുപ്പമുള്ളതുകൊണ്ട് തുറന്നു പറയത്തില്ല എന്നൊന്നുമില്ല. ഏറ്റവും കൂടുതൽ ഉടക്കുണ്ടാക്കിയിട്ടതും അവരുമായിട്ട് തന്നെ ആയിരിക്കും. കാരണം ഏത് കാര്യങ്ങളും തുറന്നു പറയാനുള്ള തൻ്റെ ഇടപെടും, അവരുടെ മുഖത്ത് നോക്കി തുറന്നു പറയാനുള്ള തൻ്റെ ഇടം അനീഷിന് കൃത്യമായിട്ടുണ്ട് എന്നുള്ളത്. ഒരു ഗെയിമർക്ക് കൃത്യമായിട്ട് വേണ്ടതും അത് തന്നെയാണ്. ഇന്ന് തന്നെ അനീഷിൻ്റെ നോമിനേഷൻ പവർ തിരിച്ചു കൊടുക്കുന്നു. തിരിച്ചു കൊടുത്തതിന് ശേഷം അനീഷിനോട് പറയുന്നു ഓപ്പൺ നോമിനേഷൻ ചെയ്യാനാണോ അതോ അല്ലാതെയാണോ താല്പര്യമെന്ന് ചോദിക്കുമ്പം അനീഷ് അങ്ങ് രണ്ടും കൽപ്പിച്ചങ്ങ് പറയുകയാണ്, ഞാൻ ഓപ്പൺ നോമിനേഷനാണ് തയ്യാർ. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പോലും ഞെട്ടിപ്പോയി കാണും. കാരണം അവിടുത്തെ മത്സരാർത്ഥികൾ ആരും തന്നെ ഓപ്പൺ നോമിനേഷൻ ചെയ്യാൻ താല്പര്യമില്ല. കാരണം അവരുടെ കുറ്റങ്ങൾ അവരുടെ മുഖത്ത് നോക്കി പറയണം. അത് അവരുടെ ഒരു അപ്രീതിയും ഒരു ദേഷ്യമൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് പലരും ഓപ്പൺ നോമിനേഷൻ വരുമ്പോഴത്തേന് മടിച്ചു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഏതായാലും അനീഷ് അതിനൊന്നും തയ്യാറല്ല. ഉള്ള കാര്യങ്ങൾ ഉള്ള മുഖത്ത് നോക്കി പറയുക, അല്ലാതെ പരദൂഷണത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് തെളിയിക്കുന്നതാണ് അനീഷിൻ്റെ ഒരു രീതി. ഉള്ള കാര്യങ്ങൾ അവരുടെ മുഖത്ത് തന്നെ നോക്കി പറയും. പിന്നെ അതിന് വേറെ ഇതൊന്നുമില്ല. അനീഷ് ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്തത് ആദിലയാണ്. ആദിലയുടെ നെവിനും ഷാനവാഫും തമ്മിലുള്ള പ്രശ്നത്തിൽ ആദിലയുടെ നിലപാടൊക്കെ തുറന്നു കാണിക്കുന്ന അനീഷിനെ കാണാം. അതുപോലെ ലക്ഷ്മിയുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. ലക്ഷ്മിയും ഒരു നോമിനേഷനാണ്. അങ്ങനെ ആദിലയും ലക്ഷ്മിയും പൊളിച്ചെടുക്കുന്ന അനീഷിനെ നമുക്ക് കാണാൻ പറ്റും.